എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറാതെ MA കോളേജിലെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാവാത്തതാണ് പ്രതിഷേധം തുടരുന്നതിന് കാരണമായിരിക്കുന്നത്. ആത്മഹത്യ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. MA എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും മാനേജ്മെന്റ് അംഗീകരിക്കുന്നില്ല എന്നതാണ് പ്രതിഷേധം തുടരുന്നതിന് കാരണമായിരിക്കുന്നത്. പ്രതിഷേധവുമായി എത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കില്ല എന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. ഇയർബാഗ് സംവിധാനത്തിൽ നിന്നും മാറി KTU നിർദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ടു പോകാൻ തയ്യാറാണെന്നും മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ധനസഹായം നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ PTA മീറ്റിംഗും വിളിച്ചു ചേർക്കും. ആത്മഹത്യയെ സംബന്ധിച്ച് മാനേജ്മെന്റ് പ്രത്യേകമായി അന്വേഷണം നടത്തും. ആത്മഹത്യ സംബന്ധിച്ച് ആരെങ്കിലും കുറ്റക്കാരായി കണ്ടെത്തിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകുന്നു. എന്നാൽ അന്വേഷണത്തിൽ നിന്നും പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ ആവശ്യത്തിന് മാനേജ്മെന്റ് വഴങ്ങിയിട്ടില്ല. എന്നാൽ വിദ്യാർത്ഥിയുടെ മരണം സംബന്ധിച്ച് പ്രതികരിക്കാൻ പ്രിൻസിപ്പൽ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മാനേജ്മെന്റ് കോളേജിൽ പൂർണ്ണമായി സഹകരിക്കുന്നതായിരിക്കും. കോളേജിലെ ഇന്റേണൽ ഗ്രീവൻസ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രീവൻസ് കമ്മിറ്റി എല്ലാം പരിഗണിക്കുകയും വേണ്ട നടപടി എടുക്കുകയും ചെയ്യും. കൂടാതെ മൂന്നാമത്തെ കാര്യം, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഇത് കുറ്റക്കാരൻ ആരെങ്കിലും കണ്ടെത്തിയാൽ അവർക്കെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കും. കൺട്രോൾ കമ്മിറ്റിക്ക് കോടതി ശൈലിയിൽ നോർമൽ കേസിൽ നമ്മൾ ഇവിടെ നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ തീരുമാനം കഴിഞ്ഞതിന് ശേഷമാണ് കൺട്രോൾ കമ്മിറ്റി നടത്തുന്നത്. അത് നടത്തുന്നതായിരിക്കും. പിന്നെ ധനസഹായത്തെ പറ്റി തീരുമാനത്തിന് ശേഷം ഇതുപോലെ തന്നെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് വേണ്ട ധനസഹായം മാനേജ്മെൻറ്റ് നൽകുന്നതായിരിക്കും. പിന്നെ കുട്ടികൾക്ക് അഗൻസ്റ്റായിട്ട് കേസുകൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. PTA മീറ്റിംഗ് ഇതുപോലെ തന്നെ ഉണ്ടാവുന്നതാണ്. സാർ ഇതിൻ്റെ ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യുമ്പോൾ PTA മീറ്റിംഗ് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞങ്ങളിപ്പോൾ ഇത് സത്യത്തിൽ നാളെ നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അത് എനിക്കറിയില്ല എത്ര പെട്ടെന്ന് നടത്താൻ പറ്റുന്നുള്ളൂ. കാരണം എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രാവിലെ മുതൽ ആരംഭിച്ച പ്രതിഷേധം ഉച്ചതിരിഞ്ഞും പൂർവാധികം ശക്തിയോടെ തന്നെ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.